പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. സംഘമിക്കുന്നതായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാത്ത. അന്നൊരു നാളിൽ മിന്നണരാവിൽ കണ്ണാടിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മുന്നണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. താരകം മഞ്ഞിലോ ആരവം നെഞ്ചിലോ ബാങ്കടിയോ ഞങ്ങള് പോട്ടെ അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂ ഈ സംഭവം പറഞ്ഞ ഒരു കുട്ടി ഈശോയ്ക്ക് കത്തെഴുതി. എന്റെ ഈശോയെ, എനിക്കൊരു സമ്മാനം വേണം. ഇതാണെന്നോ എന്റെ അപ്പനൊരു ജോലി. അപ്പന് ജോലി കിട്ടിയാലേ എനിക്ക് നല്ല ഭക്ഷണം കിട്ടും. ഈ കത്ത് വിശുദ്ധ നിക്കോളാസിന്റെ കൈകളിലെത്തി. അതിന് സുന്ദരമായൊരു മറുപടിയും സമ്മാനവും അദ്ദേഹം തയ്യാറാക്കി. ഇത് കൊള്ളാലോ. ഇതെന്താണ് കത്ത്? ഹായ്, അപ്പന് ജോലി കിട്ടി. അപ്പ നോക്കിയേ, അപ്പന് ജോലി കിട്ടി. ജോലിയോ? എനിക്കോ? ദൈവമേ, നീ എത്ര നല്ലത്. ഈ സംഭവങ്ങളൊക്കെയും നാട്ടിൽ പരന്നതോടെ ഈശോയ്ക്കുള്ള കത്തുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. എങ്കിലും ഓരോ കത്തുകൾക്കും വിശുദ്ധ നിക്കോളാസ് മറുപടി സമ്മാനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. എഴുതി ആശംസിക്കുന്നു. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും